ഇതിനകത്ത് മൊത്തം ഇതാണ് സാക്ഷാൽ ചന്ദനം. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ മരത്തിൽ എന്തോ കയറിപ്പോയി കേട്ടാ. ഉറപ്പാ കരടിയാ. കരടിയും മഴയോ എല്ലാം കൂടി നല്ല മഴ. നടക്കുമ്പോ പിന്നിലും കൂടി നോക്കണേ. ഇതിപ്പോ ഒരു കുറ്റിക്കാട്ടിലെത്തിയിട്ടുള്ളത്. എന്താ സൈസല്ലേ. ചെന്നായിൻ്റെ ശബ്ദം കേട്ടിട്ട് ആകെ പേടിയൊന്നും കേട്ടാ. പിന്നും നന്ന് ശബ്ദം വരുന്നു. അരെ വാ, എന്താ സൈസല്ലേ. എന്നെക്കാളും സൈസ് ഉണ്ട്. നോക്കിയേ, ഒരു 6 അടിക്ക് മേലെ ഉണ്ട് അല്ലേ. ഇതെന്തായാലും ഒരു 19 വർഷം പഴക്കമുണ്ടാവും കേട്ടാ. ഇത് ചെതലുകള് മണ്ണ് വായിലിട്ടിട്ട് അത് വൊമിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് ചെതലുണ്ടാവും. അത് വർഷങ്ങൾ എടുത്തിട്ടുണ്ടാക്കുന്നല്ലേ. ഇത് വർഷം കൂടുന്തോറും ഇതിന്റെ ഹൈറ്റ് കൂടി കൂടി വരും. ഇത് നമ്മൾ ഈ 2026 അളന്ന് നോക്കണം അല്ലേ. ഇതിനകത്ത് മൊത്തം കോളനിയാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുർജ് ഖലീഫനെക്കാട്ടും എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് ഇത് ചെതലിനെ അപേക്ഷിച്ചിട്ട്. അതാ ആലോചിച്ചോക്കെ. എത്രയോ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ബുർജ് ഖലീഫ വെച്ചാലേ ഈ സൈസ് ആവുള്ളൂ. എന്താ സൈസ് മോനെ. പാമ്പ് ഇതിനകത്ത് അങ്ങനൊന്നുമില്ല. അത് പാമ്പ് കയറി കൂടുന്നതാ. അല്ലല്ല, അതിന് കയറി കൂടാൻ വേണ്ടി ഒരു മാളം കിട്ടിക്കഴിഞ്ഞാൽ കയറി കൂടുന്ന, അല്ലാണ്ട് അതിൻ്റെ അകത്ത് പാമ്പൊന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ. പോലെ ആരും വരുന്നു. ഇതിലേ അങ്ങ് ഇറങ്ങാം അല്ലേ. ശരിക്കും അവിടെയൊക്കെ പാമ്പുണ്ടാവൂടാ. അതെ അതെ. ഇത് പുൽത്തൈലത്തിന്റെ പുല്ലല്ലേ. ആ എന്താ മണം. ആ ഇതാണ് സാക്ഷാൽ ചന്ദനം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഇതിന്റെ വിത്താ ഇത്. ചെറിയ കായൊന്നുമുണ്ട്. ഇതൊന്നൊന്നുമില്ല. മഴ ഈ ഇലനെ കൊണ്ടൊരു ഉപയോഗമില്ല. ഇല്ലല്ല, ഇലയൊന്നും പറ്റില്ലടാ. ഈ തണ്ട് ഉണങ്ങിയാലല്ലേ പറ്റുള്ളൂ. അത് ഇതിലൊന്നും ഉണ്ടാവില്ല. കാതിൽ ഇത് ചെറുതല്ലേ. വലിയത് വേണ്ടി വരും. മഴ മഴ വാ ഇതിലേക്ക് പോലെ. മഴ ഇതിപ്പോ ഇടങ്ങറാവോ നോക്കാം. എന്താ മരമല്ലേ ഇത്. ഉണങ്ങിപ്പോയതാന്ന് തോന്നുന്നു കേട്ടാ. ഇതിൻ്റെ മേലെ ഒന്നുമില്ല. നോക്കിയേ. രാവിലെ തന്നെ മഴ അങ്ങ് തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് പ്രയാസമായി അല്ലേ. എന്താ കിട്ടിയേ? മഷ്റൂമാ? കഴിക്കാൻ പറ്റുമോ അത്? ഈ പരന്ന മഷ്റൂം കഴിച്ചു നോക്കണ്ട. അല്ലല്ലേ.
അത് നമുക്ക് ഇതിൽ അടിച്ചു നോക്കിയാലോ? അതിന് ഇവിടെ റേഞ്ച് കിട്ടണ്ടേ? ഓക്കെ, ഈ മഴ അടുത്ത പെയ്യുന്നതിന് മുമ്പ് നടക്കാമല്ലേ? സൗണ്ട് നടക്ക്, കുറച്ചങ്ങോട്ട് പോവാം. ഇതിൻ്റെ അകത്തെന്താ ഉണ്ടാവോ? നല്ല ഭീകര അന്തരീക്ഷമുള്ള കാടാട്ടാ. ഇവിടെ ഒരു മരം കാണിച്ചറിയാം നിങ്ങൾക്ക്, ഭയങ്കര ഹൈറ്റില്ല മരം. ഇതുണ്ടോ മരം? നോക്കിയേ, എന്ത് വലിപ്പം നോക്കിയേ. അവിടെ ഒരു ചെതൽപുട്ടുണ്ട് കേട്ടാ. ഇത് പേടിയാന്ന് പിന്നില്. ആ ചെതൽപുറ്റ് കാണിച്ചു തരാം കേട്ടാ, നല്ല ഹൈറ്റ് ഉണ്ട്. എന്താ ചെതൽപുറ്റ് നോക്കിയേ, നല്ല ഹൈറ്റാ. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാന്ന് കേട്ടാ. ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാലോ, പക്ഷെ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ പേടിയാ. ആ വാ.
നല്ല വലിയ മരങ്ങളുള്ള കാടാട്ടോ ഇത്. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ? ഉണ്ടോ? നല്ല അടിപൊളി ആംബിയൻസാ. പക്ഷേ പേടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ടാവും, അതാ പേടി. ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല പേടിയുണ്ട്. പേടി എന്താ പറഞ്ഞാൽ ഇവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം. ആ മരത്തിൽ എന്തോ കയറി പോയി കേട്ടാ. അതാ അവിടെ നോക്കി. അതാണ്ടാ ഒരു കറുത്ത കുരങ്ങല്ല. കുരങ്ങല്ല കരടിയാ. അതാ അവിടെ ആ മരത്തില്. ഇതാ അവിടെ നോക്ക്. അവിടെ അതാ ഇതാ ഈ മരം, ഈ ദൂരെയുള്ള ഈ മരം അല്ല കുരങ്ങല്ല. വാ കരടിയാ, ഉറപ്പാ കരടിയാ. വീമിട്ടോ ഫോറസ്റ്റ്. അത് ഞാൻ പറയുന്നത്. അങ്ങോട്ട് പോണ്ട. നമുക്ക് കുറച്ച് സൈഡിൽ അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് മാറിക്കാം. മഴ പെയ്തു കേട്ടാ. കരടിയാ അവിടെ ഉണ്ടായ കേട്ടാ, അത് ഉറപ്പാ. ഞാൻ നല്ലോണം കണ്ടിന്. ആ കരടി തന്നെ ഉറപ്പാ. പെട്ടെന്ന് ഇവിടുന്ന് വിടാ, ഈ കാട്ടിൽ നിൽക്കണ്ട. പുറകെ വരൂല, പക്ഷെ ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ലോങ്ങല്ലേ ഉള്ളേ. മഴയും പെയ്യുന്നുണ്ട് കേട്ടാ. വാ അങ്ങോട്ട് പോവാ. മഴ വേമ്പിടി മഴ, കരടിയും മഴയും എല്ലാം കൂടി പ്രശ്ന. നല്ല മഴ. ഇവിടെ കുറച്ച് ഒളിച്ചുണ്ട് കേട്ടാ. ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റുമോ? ഇവിടെ പോരാ. നല്ല വലിപ്പം വരും. മരത്തിലേക്ക് പോവാം. ഇവിടെ വെക്കല്ലേ. നല്ല മഴ കേട്ടാ. നല്ല മഴ. ഇപ്പം മരത്തിൻ്റെ അടി കയറി നിന്നിട്ടുള്ളത്. നീ ഇതിനൊന്നൊക്കെ ഒന്ന് സേഫ് ചെയ്യണം. മറ്റേ ഗാഡ്ജറ്റ്സ് എല്ലാം എടുത്തിട്ട് ഒന്ന് കവറിലിട്ട് വെക്കണം. രാത്രി ആ കരടി കണ്ട് മഴ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോയാലേ ഭയങ്കര ഫീലാണ്. ആ വലിപ്പമുള്ള മരയില്ല, നല്ല വലിപ്പമുള്ള മരം ദൂരെ ആ മരം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചങ്ങായി ഇങ്ങനെ പിടിച്ചടിച്ച് കണ്ടോ? ഞാൻ കണ്ടു. ഞാൻ കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അത് ശരിയല്ല. ഞാനിങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നത് കണ്ടു. അപ്പം തന്നെ എടുത്ത് നോക്കുമ്പോൾ ആ മരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറി പോവാ. അപ്പൊ ഞാൻ കുരങ്ങനല്ലാതെ കണ്ടോ? ഞാൻ കണ്ടു. കറുത്ത കളർ, നല്ല കറുത്ത കളർ. വീഡിയോ എടുക്കാൻ പറ്റണ്ടേ? അപ്പോഴത്തേക്ക് കയ്യിൽ കരടി തന്നെ ഉറപ്പാ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിക്കി കയറുന്ന കണ്ടപ്പോ ഞാൻ പറയും കുരങ്ങൻ എന്തായാലും അല്ല. കുരങ്ങൻ ഇങ്ങനെ കയറില്ലല്ലോ. കുരങ്ങൻ സ്പീഡ് പോവല്ലോ, സ്പീഡ് കയറി പോവല്ലോ കുരങ്ങൻ. ഇതിങ്ങനെ തിക്കിയാ കയറുന്നത്.
മഴ നിന്നാ? ചാറുന്നുണ്ട്, നല്ല കോട ഇറങ്ങി അവിടെ. ആ അവിടെ ഇറങ്ങി. ഓ ബ്യൂട്ടിഫുൾ. അല്ല എനിക്ക് നല്ല വിശക്കുന്നു. നമുക്ക് എഗ്ഗ് എടുത്താലോ? ആ എഗ്ഗ് പുഴുങ്ങല്ലേ. പിന്നെ എൻ്റെ അടുത്ത് പീനട്സ് എല്ലാം ഉണ്ട്. തൽക്കാലത്തേക്ക് അതിനെ കൊണ്ട് ഒപ്പിക്കാം. എൻ്റെ ക്യാമറ ചാർജ് തീർന്നു. ഒറ്റ തീർന്നോ? ആ മൊത്തം തീർന്നു. ഇപ്പം ഞാൻ പവർ ബാങ്ക് കുത്തി വെച്ചിട്ടുള്ള. പവർ ബാങ്ക് കുത്തി വെച്ചിട്ടുള്ള. ഇതെന്തത്? അത് പീനട്സ്, കടല എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കടല പാക്കറ്റ്. ഇതൊക്കെ എന്താ പറയുക, വിശപ്പ് അടക്കാൻ പറ്റും. ഇതൊന്നും പൊട്ടിക്കട്ടെ? ആ പൊടിച്ചോ. പൊടിക്കാനല്ലേ കൊണ്ടുവന്നത്. ഒരു പണി, ഇപ്പോൾ തൽക്കാലം ഷൂട്ടിങ്ങും മൂട്ടിങ്ങെല്ലാം നിർത്തിയിട്ട് നമുക്ക് സംഭവം സേഫാക്കാം. ഇതെല്ലാം ഒന്ന് ഷീറ്റെല്ലാം ഒന്ന് മര്യാദയ്ക്ക് കെട്ടിയിട്ട് എങ്ങോട്ട് പോവാ? അപ്പോഴത്തേക്ക് ക്യാമറ ചാർജ് കുത്തിവെക്കുകയും ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതിനെ കൊണ്ട് വിശപ്പടക്കാം. അതിന് മുട്ട വീങ്ങിയിട്ട് കഴിക്കാം. ഫുഡൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ നോക്കണ്ട. ഫുഡ് രാത്രി നോക്കാം. നമുക്ക് സേഫായിട്ട് കിടക്കാനുള്ള സെറ്റപ്പ് ആക്കാം. താഴെ തന്നെ പോവാല്ലേ? താഴെ തന്നെ ഇറങ്ങാം. ഞാൻ പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ അടുത്ത് പോയാലോ, മറ്റേ ട്രൈബൽസിൻ്റെ. പറ്റില്ല, അവിടെ ഒന്നും കിടത്തൂല അവര്. അങ്ങോട്ട് കയറാൻ പറ്റില്ല. കയറാൻ പറ്റും. നമ്മൾ ആരാന്ന് വെച്ചിട്ട് അവരൊക്കെ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ്. നമ്മള് അമ്പും മില്ലുമായിട്ട് വരും ചിലപ്പോ. അങ്ങനെ ഉണ്ടല്ലേ? നിങ്ങൾ കരടീനെ കണ്ടത് ഇത് ഈ ഭാഗത്താണ്, അങ്ങേ ഭാഗത്താണ്. അവിടെ നിന്ന് ഓടി വന്നത് കേട്ടോ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ട്, മറ്റേ കാട്ടുനായ്ക്കളുടെ ശബ്ദം. കാടിൻ്റെ ശബ്ദം നോക്കിയാ. അതാ അവിടെ നിന്ന് തന്നെയാണ് ശബ്ദം വരുന്നത് കേട്ടോ. ഈ ഭാഗത്തുനിന്ന്. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, സേഫല്ല. പെട്ടെന്ന് പോട്ടെ. എന്തെങ്കിലും ശബ്ദം കേട്ടോ? മറ്റേ ചെന്നായ്ക്കളെ. പട്ടിയോ? അല്ലല്ല, ചെന്നായ്ക്കളെ, മറ്റേ കാട്ടുനായ്ക്കളില്ലേ, അതിൻ്റെ ശബ്ദം ആ ഭാഗത്തുനിന്ന്. ഇതാ ഈ ഭാഗം. ഞാനേ കുറച്ചങ്ങോട്ട് വരെ നടന്ന് മറ്റേ നല്ല കാടിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ അങ്ങോട്ടൊന്നും പോകല്ലേ? അതെ. ഇപ്പം എന്താ ചെയ്യാ? നമുക്ക് വേഗം മുട്ട വീങ്ങിട്ട് വിടാം. മുട്ട വീങ്ങിട്ട് വിടാം അല്ലേ? മുട്ട റെഡി ആവുന്നുണ്ട്. അങ്ങോട്ട് ഇരുട്ടായ പോലെ. ഇരുട്ടുമായി. ഇത് കാണില്ലേ, ഈ ഭാഗം മൊത്തം നല്ല ഡെൻസ് ഫോറസ്റ്റ് ആട്ടാ. കണ്ട നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഭാഗം അവിടെ കുറച്ചൊരു 100 മീറ്റർ പോയിട്ടുള്ളൂ. ആ 100 മീറ്ററിൽ നിന്ന് അങ്ങനെ ശബ്ദം കേട്ടപ്പോഴാണ് തിരിച്ചു വന്നത്. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഒന്നുമില്ല. ഞാൻ ഒന്ന് നിരീക്ഷിച്ചതാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കേണ്ടിട്ട്. അതാ കേട്ടാ. ചെന്നൈ തന്നെ കൂട്ടത്തോടെ വരുവായിട്ടുള്ളു. അതെ. ഞാൻ എന്താ ചെയ്യാ, എന്തായാലും മുട്ട മുങ്ങി വേഗം സ്ഥലം വിടല്ലേ. അതാ നല്ല മുട്ട ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇവിടെ വലിയ റിസ്ക്കാ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചിട്ടേ, എൻ്റെ ക്യാമറ ഒക്കെ ഓഫ് ആയിട്ടുള്ള, ചാർജ് കഴിഞ്ഞു പോയി. അപ്പോൾ പവർ ബാങ്കിൽ കുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റിൽ ഷൂട്ട് ചെയ്യാണ്. മുട്ട റെഡിയാടാ? മുട്ട റെഡി. എന്നാ കഴിച്ചിട്ട് വിടാം. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം. നല്ല ഇരുട്ടായി. ഇതിപ്പം എത്ര സമയത്തിലായ ആകെ 5 മണിയായി. 5 മണിക്കാണ് ഇത്ര ഇരുട്ടായത്. ഇവിടെ സ്ഥലം വിടാം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മുട്ട കഴിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ട പരിപാടിയാണ്. ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത്, റിസ്ക് എടുത്തിട്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ. മുട്ട കഴിക്കട്ടെ. ഈ വെള്ളം കളയട്ടെ. അപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കഴിക്കാൻ വിടുക. അപ്പം തന്നെ കണ്ട 5 മണിയായിട്ടുള്ളൂ. സമയം 7 മണി പോലെ ആയി. 7 മണിയൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ട്. ഇന്നെടുത്ത് കഴിച്ചു. അയ്യേ, ഇതായിട്ടില്ല. എന്തിട്ടില്ലടത്? മതി, ഉള്ള ബന്ധം മതി. പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കളിയാക്കാം. അത് മതി, അതൊക്കെ ധാരാളം.
ക്യാമ്പിയുള്ള സ്ഥലമാണ്. നമ്മൾ നടന്ന സ്ഥലം മാറിപ്പോയി അല്ലേ? റൂട്ട് ശരി. റൂട്ട് തെറ്റിപ്പോയി, അതാ പറ്റിയത്. ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ടല്ല ഞങ്ങൾ എത്തിയത്. കാട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സ്ഥലം മനസ്സിലാവില്ല. ഞാൻ ഒരെണ്ണോട് എടുക്കട്ടെ. ആ ഇതൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടാ. അല്ല മാനല്ലോ, മാന തന്നെയാണോ? ടോർച്ച് എവിടെയാണ് ടോർച്ച്? ഇതിന്റെ സൈഡിൽ. എവിടെ ഇതാ അതിനകത്ത് മാനാന്ന് തോന്നുന്നു കേട്ടാ. ഇതാക്കി പോയിന്റാക്കി മാനല്ല. മാനന്നെ. അത് മാൻ തന്നെയാ. അതങ്ങോട്ട് പോയി. മാനല്ലേ ഒരുപാടുണ്ട്, ഒന്നല്ല. കിട്ടൂലല്ലേ? ഇല്ല, അതങ്ങോട്ട് കയറിപ്പോയി. പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാം. ഇത്ര വലിയൊരു സെറ്റപ്പാണ് ഇവിടെ എന്നുള്ളത്. അതെ, ഞങ്ങള് ഇത്രയും ദിവസമായിട്ട് വഴി തെറ്റിയതാണ് പറ്റിയത്. നമ്മള് വിചാരിച്ച സ്ഥലത്തല്ല എത്തിയത്, അതാ പറ്റിയത്. പെട്ടെന്ന് ഈ മുട്ടയും കൂടി ഫിനിഷ് ചെയ്തിട്ട് പാത്രമൊക്കെ എടുത്ത് വെക്കട്ടെ. അതിലോട്ട് വെച്ചോ. ഈ മാനൊക്കെ ഉള്ള കാട്ടിലേ മറ്റേ മൂപ്പരും ഉണ്ടാവും. ഈ കയറയക്കട്ടെ. അപ്പുറം കഴിച്ചല്ല. പാനി വരുമെന്നുള്ളതാണ്. ഇതൊക്കെ അനങ്ങുന്നുണ്ടാവും. ടോർച്ചോടെ വലിയ ടോർച്ച് അടുത്ത് കഴിക്കും. കണ്ണുണ്ടൊക്കെ പോയി. ഇതിന്റെ താവളം അവിടെ നിന്ന് തിരിഞ്ഞെടുത്ത് തോന്നില്ലല്ലോ. ഇതല്ലേ മറ്റേ ടവല് ക്യാമറ അതിൻ്റെ ഇട്ടുണ്ട്. ഇതെല്ലാം എടുത്തില്ല കച്ചറൊക്കെ? ഒന്നുമില്ലല്ലേ? ഒന്ന് വിടാ, പോവാം. ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടാ. ഇവിടെ ഇനി നിൽക്കുന്നത് സേഫ് അല്ല. ഇവിടെ ഭയങ്കര പ്രശ്നം. ഇവിടെ മാനുകളൊക്കെ കൊണ്ട് കൂട്ടം മാനുകളുണ്ട്. മാനാണോ കാട്ടുപോത്താണോ? അല്ല, മാൻ തന്നെ, കാട്ടുപോത്തൊന്നുമില്ല. അപ്പം പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. എന്നിട്ട് അടുത്ത ഒരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ശരി, അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ പോവാം. എന്തൊരു വിസിലടിക്കുന്ന സൗണ്ട് വെക്കും. ഇവിടെ സുമതി വന്നാ? പോവാം. ഇനി ഇവിടെ കണ്ട ഇവിടെ പന്തിയിടാം. വടി എടുത്തില്ല.
നോക്കിപ്പോണേ, മൊത്തം കാടാട്ടാ, പുല്ല്. എങ്ങടെ പോവാ? പിന്നിലെന്താ വരുന്നുണ്ടോ നോക്കണേ. ഇങ്ങോട്ട് വേണ്ട പൊന്നെ, ഇത് ശ്രദ്ധിച്ച് പോണം കേട്ടോ. നേരത്തെ അവിടുന്ന് കഴിച്ച ആ മുട്ട മാത്രം കഴിച്ച ഇന്ന് വിശക്കുകയും ചെയ്യുന്നു. ഒരുപാട് നടന്ന് ഇതിപ്പോ ഒരു കുറ്റിക്കാട്ടിലെത്തിയിട്ടുള്ള. ഓ, എന്താ ചെയ്യാവേ, നടക്കാനും പറ്റുന്നില്ല, ഭയങ്കര ഹെവി പുല്ല. ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് നല്ല സ്ഥലത്തേക്ക് പോവാം. ഓ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പൊ കുഴിയൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, മോനെ നടക്കുമ്പോ പിന്നിലും കൂടി നോക്കണേ, വെറും മുന്നിൽ മാത്രം നോക്കി നടക്കല്ല, കൊടും കാടാ. അതെ, എവിടെയെങ്കിലും പോയി സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. അതാ താഴ്ന്ന് ആ വലിയ മരയില്ലേ അതിന്റെ പിന്നിൽ അങ്ങോട്ട്. എന്താ അറിയില്ല, ഒരു കൂക്കുന്ന ശബ്ദം. വേണ്ട, നീ വാ. മരം നോക്കിയല്ലേ, എന്താ സൈസ്. എവിടെയാ? ഈ മരത്തിന്റെ അടുത്ത് എവിടെയെങ്കിലും ഇരിക്കല്ലേ. വാ, ഇവിടെ തന്നെ എവിടെയെങ്കിലും നോക്കാം. നമ്മളിനി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പന്തികേടാവും ചിലപ്പോ. അങ്ങോട്ട് വെറും കാടാടാ, അബദ്ധാവോ നമ്മൾ ഇന്നത്തെ ദിവസം? എനിക്കൊന്നും അറിയില്ല. ഞങ്ങളിപ്പോ എന്താ പറയാ, ഒന്നിക്ക ഡു അല്ലെങ്കിൽ ഡൈ, അതാണ് സ്ഥിതി. ആ മുട്ടയും കടലയും കഴിച്ചിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നടക്കുന്നത്. മൊത്തം ടയർഡായി. അതല്ല, എന്തോ കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടാ. ചെന്നായ്ക്കൾ ഉണ്ടെന്ന് സംശയം. അതാ കണ്ടാ, ചെന്നായ്ക്കൾ തന്നെ. നമുക്ക് തീയിടാൻ പറ്റുമോ? മഴയും പെയ്യും, അതാണ് നിലം മൊത്തം നനഞ്ഞു കിടക്കുക. ഇവിടെ സെറ്റാക്കല്ലേ? അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് ചെന്നായ്ക്കളെ വെച്ചാ. സെറ്റാക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് പായിട്ട് പിരിച്ചിട്ട് അതിന്റെ ചുവട്ടിലിരിക്കാം. അങ്ങനെ എന്തേലും ചെയ്യാം. കുറച്ച് വിരിക്കി, മഴ പെയ്ത് നമുക്ക് പുതയ്ക്കാം. ഓക്കെ, ഒന്ന് ശരിക്കൊന്ന് റെഡിയാക്കണം. ഒന്ന് കുറച്ച് നിർത്തിക്കോ ഇങ്ങോട്ടേക്ക്. ഇത് മതി. എന്നിട്ട് മഴ വന്നാലേ നമുക്കിതിട്ട് മൂടാം. മഴ വന്ന പ്രശ്നമില്ല, എനിക്ക് റെയിൻകോട്ട് ഉണ്ട് എൻ്റെ അടുത്ത്. അല്ലടാ, മഴ പെയ്ത ഇതിട്ട് മൂടാലോ. ഇപ്പൊ മഴ കൊണ്ട് മടുത്ത്, ഇനി മഴ കൊണ്ടാലും എവിടെ ഏൽക്കൂല. ബാഗ് അയച്ചു നോക്കട്ടെ.
അത് എന്തൊക്കെ കരയുന്നുണ്ട്. ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. എന്റെ കയ്യിൽ ടോർച്ച് നിങ്ങൾ എടുത്തല്ല. അതാ വവ്വാല് പോകുന്നു. എന്റെ തലന്റെ മേലെ കൂടെ പോയി. ഭയങ്കര മരാട്ടോ. എനിക്കതിന്റെ പേടി. മറ്റേ കരടി കടുവയൊന്നും വരാതിരിക്കും മതി. ഇല്ല, അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു 2-3 കിലോമീറ്റർ 4 കിലോമീറ്ററിന്റെ അടുത്ത് നടന്നില്ലേ? ആ, നടന്നിണ്ടാവും. ആ ഭാഗത്തൊന്നും ഇങ്ങോട്ട് എത്തിയല്ലോ. എന്തൊക്കെയോ കരയുന്നുണ്ട് കേട്ടോ. അത് എന്ത് കരഞ്ഞാലും ഇന്നത്തെ ദിവസം പോയി. എനിക്ക് പേടി എന്താ അറിയോ? ആനനെയും കടുവനെയും ഒന്നുമല്ല പേടി. ഇടി അടിക്കുന്നുണ്ടാ? ഇടിവെട്ട് മഴ പെയ്യോ പറയാൻ പറ്റില്ല. മഴ രാത്രി പെയ്താ പണിയായി. ഒന്നുമില്ല, എന്തായാലും വന്ന് വിട്ടില്ലേ. ഇതിന് പായന്റെ ഇതേപോലെ ഇരിക്കുക, പായെടുത്ത് മൂടുക. അതേ നടക്കുള്ളൂ. ക്യാമ്പിങ് വല്ലാത്തൊരു ക്യാമ്പിങ് ആയി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ ക്യാമ്പിങ്ങിൽ. ഇതാദ്യമായിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. അത് ഇടിവെട്ടുന്ന ഒച്ചയില്ലേ, പെട്ടെന്ന് ഞാൻ വിളിച്ച് കടുവ ഗർജിക്കുന്ന ശബ്ദമാണ് അല്ലേ? എനിക്കറിയില്ല, നീ എന്നെ പറഞ്ഞു. ഈ മരം നോക്കിയല്ലേ എന്താ ആയിട്ട്, എന്താ സൈസല്ലേ ഇതൊക്കെ. അതാ എന്തോ കരയുന്നുണ്ട് കേട്ടാ. ഇതണ്ട ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാടായത് നോക്കിയേ. ഈ പിന്നിൽ നിന്നാണ് ശബ്ദം വരുന്നത്. എന്തോ കരയുന്ന ശബ്ദമാണ് വരുന്നത്. എന്തെന്നാണെന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. ചെന്നായി തന്നെയാണ് ആവാനാണ് സാധ്യത. ചെന്നായി തന്നെ ആയിരിക്കും. ഈ ഭാഗത്തുനിന്നാണ് വരുന്ന ശബ്ദം. അതാ കേട്ടാ. ആ അതന്നെ ശബ്ദം കേട്ടിട്ട് കുറച്ചൊരു പേടിയാണെന്നുണ്ടല്ലേ. ടോർച്ച് കയ്യിലില്ലേ? ടോർച്ച് അവിടെ ഉണ്ടല്ലേ. എൻ്റെ മേത്തെന്തോ ഷർട്ടിൻ്റെ അകത്ത് എന്തോ പോലെ പൂമ്പറ്റ. ഞാനും പേടിച്ചു പോയി. എന്താ സംഭവം തിരിയുന്നില്ല. ഇതൊക്കെ പാവം. പോട്ടെ, എവിടെ പോട്ടെ. പാമ്പും കയറിയിരിക്കണ്ടോ നോക്കാം. എനിക്ക് ആകെ മൂടി പോയല്ലോ. എന്താ പറക്കാത്തത്? നീ പൂമ്പാറ്റിനെ കളിപ്പിച്ചോണ്ടിരുന്നു. ഏയ് ഇതെന്താ? പോ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാവരോടും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ചാരി കിടക്കട്ടെ. ഒരു രക്ഷയില്ല. നല്ല അതാ ശബ്ദം കേട്ടാ. ഈ ശബ്ദം വെച്ച് നമ്മൾ എങ്ങനെ കിടക്കുക ഇവിടെ? ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല. ഞാൻ ഇവിടെ ചാരി കിടക്കുകയാണ്. ആ നിങ്ങളും അങ്ങനെ തന്നെ. ഈ മരത്തിൻ്റെ മേലെ നോക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇതൊക്കെ വായിന്ന് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ എന്നാൽ ശരി, ബൈ. ഓക്കെ. നിങ്ങൾ ആ സൈഡ് നോക്കണം കേട്ടോ. അല്ല ആ സൈഡ് നോക്കണം. ഞാൻ ഇപ്പുറത്തെ സൈഡ് നോക്കാം. ഒരു 3 വന്ന് മരിച്ചു.